ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നിഫ്റ്റിയിൽ 25,503 മുകളിലേക്ക് പോവുകയാണെങ്കിൽ താഴേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഓൾറെഡി അപ്സൈഡ് ലിക്വിഡിറ്റിൻ്റെ മുകളിലാണ് മാർക്കറ്റുള്ളത്. ഡൗൺ സൈഡിലാണെങ്കിൽ 25,351 ഓൾറെഡി അപ്സൈഡ് ലിക്വിഡിറ്റിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ട്രേഡ് താഴേക്കായിരിക്കും നിഫ്റ്റിയിൽ നോക്കുക. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ കൂടെ ലൈവാണ്, അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ് ഫസ്റ്റ് ഹാഫിൽ. ഓക്കെ, ഏതായാലും ഇനി ബാങ്ക് നിഫ്റ്റിയിലെ ലെവൽ നോക്കാം നമുക്ക്. ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡ് ലിക്വിഡിറ്റി 57,177 അത് ടാപ്പ് ചെയ്തിട്ടില്ല ഇതുവരെ. ഡൗൺ സൈഡ് 56,804 ഏതാ ഏരിയയിലാണ് എത്തുന്നത് അതിനനുസരിച്ചായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇതുവരെ എൻട്രി ഒന്നും വന്നിട്ടില്ല, വരട്ടെ. സമയം 9:41 ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ എന്താ പറയുക, ഒരു പ്രീവിയസ് ഡേയിൽ ഉണ്ടായിരുന്ന പുതിയൊരു ലിക്വിഡിറ്റി, ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയതുകൊണ്ട് പുതിയൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് എൻട്രി ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്കുള്ള ട്രേഡ് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ മാർക്കറ്റ് കുറച്ചുകൂടെ താഴെ വരണം. 57,976 77 എന്നുള്ള റേഞ്ചൊക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ നമുക്ക് എടുക്കാം. അതാണ് ഇപ്പം ട്രേഡ് പ്ലാൻ. മാർക്കറ്റ് താഴേക്കുള്ള എൻട്രി നിഫ്റ്റിയിൽ വന്നിട്ടില്ല. ഫസ്റ്റ് തന്നെ മാർക്കറ്റ് വരുന്നത് മുകളിലേക്കുള്ള എൻട്രിയാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ഏതായാലും നമ്മുടെ പ്രീമിയം ഒക്കെ ഒന്ന് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. എൻട്രി ചാൻസ് വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം. 950 ഒക്കെ റേഞ്ചിൽ വരും എന്തായാലും. അപ്പോൾ അതാണ് 960 എന്നുള്ള ഏരിയ ലിമിറ്റ് പ്രൈസ് കൊടുത്തത്. ടാർഗറ്റ് നമുക്ക് 57,165 വെക്കാം. ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ആണ് അവിടെ. ഓക്കെ, ഏതായാലും ചാൻസ് വരട്ടെ. താഴേക്ക് വരികയാണെങ്കിൽ ഞാൻ പറയാം. സമയം 9:54. നമുക്ക് ആ ഒരു എൻട്രി, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി നോക്കി ഇവിടെ ജസ്റ്റ് എൻട്രി തരാതെ മാർക്കറ്റ് സ്ട്രൈറ്റ് ആയിട്ട് മുകളിൽ പോയി. കറക്റ്റ് എക്സാക്ട്ലി ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വന്നിരുന്നെങ്കിൽ നമ്മളൊരു കോൾ ഓപ്ഷൻ എൻട്രി ചെയ്യായിരുന്നു. ഓൾമോസ്റ്റ് അവിടെ നിന്ന് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റം വന്നു. അതായത് 56,951 എന്ന് പറഞ്ഞൊരു ലിക്വിഡിറ്റി ഏരിയ ഇന്ന് ക്രിയേറ്റ് ചെയ്തത്. അതായത് ഇന്ന് മാർക്കറ്റ് അപ്സൈഡിൽ ഓപ്പൺ ആയതുകൊണ്ട് ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയയാണ്. അത് ടാപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് അത്യാവശ്യം ആ ഒരു ലിക്വിഡിറ്റി ഏരിയ അത്യാവശ്യം ഇപ്പോൾ 190 പോയിന്റ് 200 പോയിന്റ് അടുത്ത് വരെ പോയി. ടാർഗറ്റിൻ്റെ തൊട്ടടുത്തുള്ളത്. ഇപ്പോൾ ഏതായാലും ഇനി നമ്മൾ അപ്സൈഡിലേക്കുള്ള ട്രേഡ് നോക്കൂല. ഓൾറെഡി നിഫ്റ്റിയും ബാങ്കൊക്കെ അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ താഴേക്കായിരിക്കും നോക്കുക. ആ എൻട്രി നമുക്ക് മിസ്സായി. പ്രീമിയം ഓൾമോസ്റ്റ് 100 പോയിന്റിൻ്റെ അടുത്തായില്ലേ. ഏതായാലും ഇനി ചാൻസ് വരികയാണെങ്കിൽ പറയാം. സമയം 10:40 നമ്മൾ ഓവറോൾ മാർക്കറ്റ് ബെയറിഷ് ട്രേഡിനാണ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. പക്ഷേ ഞാൻ ചെറിയൊരു വെറൈറ്റി നോർമലി ചെയ്യുന്ന പോലെ IDX എൻട്രി ഇല്ല, ഒരു സ്കാൽപ്പിംഗ് പോലെ ഒരു അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് നോക്കാം നമുക്ക്. എന്താ വെച്ചാൽ മാർക്കറ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു പാറ്റേൺ. മാർക്കറ്റ് എന്താ പറയുക, ബുള്ളിഷായിട്ട് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ലോ എടുത്തിട്ട് അപ്സൈഡിലേക്ക് തന്നെ പോകുന്ന രീതി. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. ഒരു 18 പോയിന്റ് SL ഒക്കെ കൊടുത്തിട്ട് അതായത് ഡേ ഹൈ ഒക്കെ വെക്കാൻ നമുക്ക് ടാർഗറ്റ്. ഓക്കെ, നിഫ്റ്റിയും ബാങ്കൊക്കെ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ചെറിയൊരു റിവേഴ്സിനും കൂടി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം ബുള്ളിഷായി പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ചെറിയൊരു എഗെയിൻ ഒരു ബുള്ളിഷ്നെസ് കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ലോ എടുക്കുന്ന സമയത്ത് അപ്സൈഡിലേക്ക് ഒരു ട്രേഡാണ് പ്ലാൻ ചെയ്യുന്നത്. സ്കാൽപ്പിംഗ് പോലെ. അത് അപ്സൈഡ് IDX മാർക്ക് ചെയ്തത്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ശരിക്കും താഴേക്കാണ് ട്രേഡ് നോക്കേണ്ടത്. പക്ഷെ ഒരു ചെറിയൊരു റിവേഴ്സൽ ട്രേഡ് പോലെ നമുക്കൊന്ന് നോക്കാം. ഒരു കോൾ ഓപ്ഷൻ നമ്മളെ നോർമൽ സെറ്റപ്പ് അല്ല, IDX ഒന്നല്ല, ജസ്റ്റ് മാർക്കറ്റിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ടുള്ള ഒരു രീതിക്ക് ചെയ്തു നോക്കുകയാണ്. ഓക്കെ, ബൈ ചെയ്യാം. പ്രീമിയം നമുക്ക് 951 കിട്ടിയത്. ഓവറോൾ മാർക്കറ്റ് അപ്സൈഡ് മീൻസ് അപ്സൈഡ് ലിക്വിഡ് മീൻസ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്ത് ബാങ്ക് നിഫ്റ്റി നല്ല ബുള്ളിഷായിട്ട് പോയിട്ട് നമ്മൾ നേരത്തെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി നോക്കിയിരുന്നു. അതായത് എൻട്രി കിട്ടാതെ മുകളിൽ പോയിട്ട് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം എഗെയിൻ മാർക്കറ്റ് ഒരു റിവേഴ്സൽ അപ്സൈഡിലേക്ക് കാണിച്ചിട്ട്, നോർമലി ഞാൻ പറഞ്ഞില്ല, ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് സെറ്റപ്പ് കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റിൽ കണ്ടുവരുന്ന രീതിയാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ട്രേഡ്. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ ഇത് എന്താ അവസ്ഥ എന്നറിയില്ല, ഒന്ന് ട്രൈ ചെയ്യാം. ഇത് മാർക്കറ്റ് ബുള്ളിഷായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ ചെയ്തിട്ട് പെട്ടെന്ന് ലോ എടുത്തിട്ട് വീണ്ടും ഹൈയിലേക്ക് പോകുന്നത്. അതുപോലെ മാർക്കറ്റ് ബെയറിഷായി പോകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ട് അങ്ങനെ ബെയറിഷായി പോകുന്ന സമയത്ത് മാർക്കറ്റ് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകണ മാതിരി കാണിച്ച് ഒന്ന് താഴെ വന്ന് കുറച്ച് വീണ്ടും ആളുകൾ താഴേക്ക് എടുക്കുമ്പോൾ എഗെയിൻ ഹൈ പോയിട്ട് സ്പൈക്ക് ചെയ്തിട്ട് ആ ഒരു സ്വിങ് ഹൈ എടുത്തിട്ട് വീണ്ടും താഴേക്ക് വരുന്ന രീതി. അതേപോലുള്ളൊരു ജസ്റ്റ് ഓപ്പോസിറ്റ് രീതിയാണ്. നോക്കാം നമുക്ക്.
എന്താ അറിയില്ല. നമ്മുടെ സെറ്റപ്പ് പ്രകാരം ശരിക്കും ഞാൻ മാർക്ക് ചെയ്ത ആ റെഡ് ലൈൻ മുകളിൽ ടാപ്പ് ചെയ്യുമ്പോൾ ശരിക്കും താഴേക്കുള്ള ട്രേഡാണ് നോക്കേണ്ടത്. അവിടെ എത്തുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡേ ഹൈ ടാപ്പ് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യാം. നോക്കാം. ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. SL അടിച്ചിട്ടുണ്ട്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ ട്രേഡിൽ 2597 ലോസാണ് ഈ ട്രേഡിൽ. നമ്മൾ വിചാരിച്ച പോലെ ജസ്റ്റ് മാർക്കറ്റ് ബിഹേവ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു ചെറിയ ലിക്വിഡിറ്റി എടുത്ത് അപ്സൈഡിലേക്ക് പോകുന്നു, ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തെന്നല്ലാതെ പ്രീമിയം വലിയൊരു മൂവ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഏതായാലും ഇനി നല്ല ചാൻസ് വരുമ്പോൾ നോക്കാം നമുക്ക്. നല്ല ഫസ്റ്റ് ട്രേഡ് തന്നെ SL അടിച്ചിട്ടുണ്ട്. നമ്മളൊരു നോർമലി എടുക്കുന്ന ഒരു ട്രേഡല്ല. നോർമലി എടുക്കുന്ന ട്രേഡ് പ്രകാരം ഇപ്പോൾ താഴേക്കാണ് നമുക്ക് എന്താ പറയുക, പുട്ട് ഓപ്ഷൻ IDX പ്രകാരം പുട്ട് ഓപ്ഷനാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്, അപ്സൈഡ് ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്യുമ്പോൾ. ഏതായാലും നോക്കാം. ഇനി താഴേക്ക് ചാൻസോ ഏതാ എൻട്രി ചാൻസ് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. താഴേക്ക് ചാൻസ് വരാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നൊരു പുതിയൊരു സെറ്റപ്പ് ട്രൈ ചെയ്ത് നോക്കിയാൽ. പക്ഷേ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് പ്രോഫിറ്റ് തന്നെ. ഇന്ന് എന്താ അറിയില്ല, ആ ഒരു സിസ്റ്റം പ്രോപ്പറായി വർക്ക് ചെയ്തില്ല എന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നമുക്ക് നല്ല ചാൻസ് വരട്ടെ, അത് നോക്കാം. സമയം 1:38 അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ട്രേഡ് എടുത്ത് ടാർജറ്റ് അടിച്ചിട്ടുണ്ട്. അതൊരു അടിപൊളി ട്രേഡായിരുന്നു. അതാണെങ്കിൽ വലിയ ലെങ്തി വീഡിയോ ആയിരുന്നു. റെക്കോർഡിങ് കംപ്ലീറ്റ് ചെയ്തതാണ്, പക്ഷേ ലെങ്തി വീഡിയോ ഞാൻ ക്ലോസ് ചെയ്ത സമയത്ത് അത് സ്റ്റക്കായിട്ടത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞില്ല, അതിൻ്റെ ലോജിക്ക് പറഞ്ഞില്ല ട്രേഡ് എടുത്തൊക്കെ. നമുക്ക് അതിന് ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ചെറിയൊരു ട്രേഡ് ചെയ്തിരുന്നു, പക്ഷേ അത് അപ്പോൾ ഇറങ്ങി. ഞാൻ കുറച്ചും കൂടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി നോക്കാമെന്ന് വെച്ചാൽ നിഫ്റ്റിയിലൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒന്നും വന്നിട്ടില്ല. ഇന്ന് രാവിലെ ക്രിയേറ്റ് ചെയ്തൊരു 5 minutes ലിക്വിഡിറ്റിയൊക്കെ എടുത്തു മാർക്കറ്റ്. അതിനുശേഷം നല്ല ക്യാൻഡായിട്ട് താഴേക്കാണ് വന്നത്. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ താഴേക്ക് ഓപ്പർച്യൂണിറ്റി നോക്കാമെന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് കറക്റ്റായിട്ട് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താ പറയുക, ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 5 minutes IDX എടുത്തിട്ടുണ്ട്. അതുപോലെ ഒക്കെ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി ആണ് ഞാൻ നോക്കിയത്. പക്ഷേ ഇനി സ്റ്റാർട്ടിങ് ടൈമിൽ എടുത്തില്ല, ജസ്റ്റ് കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് 12 ഈ സമയത്തോടെ ഞാൻ കാണിച്ചതാണ്. അതിന് മുന്നേ നമുക്ക് ആ എൻട്രി വന്നതാണ്. പക്ഷേ പ്രീമിയം അങ്ങനെ പിടിച്ച് നിൽക്കണപ്പോൾ ഞാനൊരു ട്രേഡ് പ്ലാൻ ചെയ്ത് നോക്കിയാൽ ശരി. സത്യം പറഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 12 പോയിൻ്റൊക്കെ എത്രയോ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റ്. പക്ഷേ രസതല്ല, ഇന്ന് എക്സ്പയറി ഡേ ആയിട്ട് പോലും പ്രീമിയം തീറ്റാടിക്ക് അടിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ ഇനീഷ്യലി ഈ ഒരു ഏരിയയിലാണ് ടാർഗറ്റ് വെച്ചത്. പക്ഷേ ആ ഒരു സമയത്ത് ശരിക്കും ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് ക്യാൻഡിൽ അഡാപ്പ് ചെയ്ത് അതിനെ ലോ എടുത്തപ്പോഴേ എടുത്തിട്ടില്ല ശരിക്കും. അതിന് ശേഷം പ്രീമിയം ഒന്ന് പിടിച്ച് കണ്ടപ്പോൾ എടുത്തതാണ്, അതിൻ്റെ ലോ ജസ്റ്റ് എടുത്ത സമയത്ത്. പക്ഷേ പ്രീമിയം വല്ലാണ്ട് ഇറങ്ങിയിട്ടില്ല. ഫസ്റ്റ് കറക്റ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടുള്ള എൻട്രി എടുത്താൽ പോലും പ്രീമിയം വല്ലാണ്ട് ഇറങ്ങിയിട്ടില്ല. ആ എൻട്രി എടുത്ത സമയത്ത് 24 റേഞ്ചിലാണ് എനിക്ക് പ്രീമിയം കിട്ടിയത്. 24 റേഞ്ചിൽ പ്രീമിയത്തിൻ്റെ ചാർട്ട് രസമല്ല. നമ്മൾ എൻട്രി എടുത്ത് സ്പോട്ടിൻ്റെ ചാർട്ട് കാണാം, ഇത്രയേ താഴെ വന്നത്. പക്ഷേ പ്രീമിയം അവിടെ നിന്ന് ഇറങ്ങിയില്ല എന്നുള്ള രസം. അപ്പോൾ ഞാൻ എടുത്ത ഏരിയ 12 ഈ ഒരു റേഞ്ചിലാണ് ട്രേഡ് വന്നിട്ടുണ്ടാവുക. അവിടുന്ന് 6 പോയിൻ്റാണ് നമ്മൾ SL കൊടുത്തത്. ആ SL അടിച്ചിട്ടില്ല. അടിക്കാതെ ഇത്രയും മാർക്കറ്റ് പിന്നെ താന്ന് സ്പോട്ടിൽ കാണാം നിങ്ങൾക്ക് ചാർട്ടിൽ. സ്പോട്ടിൽ എത്ര പ്രാവശ്യമാണ് അവിടെ ഡിപ്പ് അടിച്ചു വന്നത്. നോർമലി എക്സ്പയറി ഡേയിലേക്ക് എപ്പോഴോ SL അടിക്കേണ്ട സമയം. ഞാനും വിചാരിച്ചു എന്താ SL അടിക്കാത്തത്. ഓൾറെഡി 25 പോയിന്റ്സ് ആദ്യം പോയത്, 25 പോയിന്റ്സിൻ്റെ അടുത്ത് പോയത് ഞാൻ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് വെക്കാത്തതിനെ കൊണ്ട്, അല്ലെങ്കിൽ അത് അടിച്ചു പോയിട്ടുണ്ടാവും കറക്റ്റ്. വീണ്ടും ഞാൻ അത് മാറ്റിയിട്ട് ഈ ഒരു സിംഗ് ഹൈ എടുത്തപ്പോൾ തന്നെ 30 പോയിന്റ് കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. പക്ഷേ ബുക്ക് ചെയ്ത് വന്നപ്പോൾ 43 പോയിന്റ് 44 പോയിന്റ് അടുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് പ്രോഫിറ്റ് ഞാൻ അത്ര ഒന്നും കണ്ടിട്ടില്ല, 13,000-14,000 റേഞ്ചിലേ കണ്ടിട്ടുള്ളൂ. ഒറ്റ സ്പൈക്കിൽ പ്രീമിയം കണ്ട് കുതിച്ചതാണ് അവിടെ നിന്ന്. ഞാൻ ബുക്ക് ചെയ്യണ ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് സ്പൈക്കിൽ 43 പോയിന്റാണ് കിട്ടിയത്. അതാണ് പറഞ്ഞത്, ഈ ട്രേഡ് ലൈവ് കാണുകയാണെങ്കിൽ ഒരു റോളർ കോസ്റ്റർ ട്രേഡ് തന്നെ കാണരുന്നത്. പെട്ടെന്ന് പ്രോഫിറ്റ്, നല്ല പ്രോഫിറ്റ് കാണിച്ചു, പിന്നെ താഴേക്ക് വന്നു. പക്ഷെ SL അടിച്ചില്ല. ഇത്രയും താഴെ വന്നിട്ട് പോലും SL അടിച്ചില്ല. പ്രീമിയം ചാർട്ട് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. 25,500 കോൾ ഓപ്ഷൻ്റെ പ്രീമിയം ചാർട്ട്, അത്രയും മാർക്കറ്റ് അവിടെ പിടിച്ചിരുന്നുണ്ട്. എന്തോ ഒരു ഭാഗ്യം. നോർമലി എക്സ്പയറി ഡേയിലെ എപ്പോഴോ തീറ്റാടിക്ക് അടിച്ചു കൊണ്ടാണ് ആ ട്രേഡ് എടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിനേക്കാളും താഴെ വന്നിട്ട് പോലും പ്രീമിയം കണ്ടോ, പ്രീമിയം അതിൻ്റെ താഴേക്ക് പോയിട്ടേ ഇല്ല. പിന്നെ ആ ഒരു സ്പൈക്കിൽ ഞാൻ എക്സിറ്റ് ചെയ്ത സമയത്ത് 30 പോയിന്റ് കണ്ട, ഞാൻ വേഗം അയ്യൊന്നും എടുക്കേണ്ട 30 പോയിന്റ് കാണുമ്പോൾ എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് എക്സിറ്റ് ചെയ്തതാണ്. ആ എക്സിറ്റ് ചെയ്തപ്പോൾ ഒരു സ്പൈക്കിൽ നമുക്ക് 43 പോയിന്റ് കിട്ടുകയും ചെയ്ത്. ചില സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ 30 കാണുമ്പോൾ 29 കിട്ടാറില്ലേ. ഇത് എക്സ്പയറി ഡേ ആയിട്ടായിരിക്കും ഇങ്ങനെ ഒരു സ്പൈക്ക് വന്നത്. ഓൾമോസ്റ്റ് നമുക്ക് 19,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയ ആ ഒരു ട്രേഡിൽ. വെറും 450 ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. നോർമലി നമ്മൾ 525 എടുക്കുന്ന പകരം കുറച്ചിട്ടാണല്ലോ ഇപ്പോൾ എടുക്കുക. അതിനുശേഷം ബാങ്കിൽ ഞാനൊരു ചെറിയ ട്രേഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ രാവിലെ നമ്മൾ ഫസ്റ്റ് ചെയ്ത് അതേപോലത്തെ ഒരു സെറ്റപ്പിൽ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഒരു ലോ എടുത്തപ്പോൾ ഒന്ന് ഹൈയിലേക്ക് കയറാൻ നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഇനി
ഇന്ന് കിട്ടുന്ന പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ട് ഒരു നോർമൽ IDX ചേഞ്ച് ഓഫ് ഫെയർ ട്രേഡ് എൻട്രി വരുമ്പോൾ അത് നോക്കാമെന്ന് വിചാരിച്ചു നിന്നതാണ്. ഞാൻ ജസ്റ്റ് ഈ ഒരു ലോ എടുത്ത സമയത്ത് ജസ്റ്റ് ഒന്ന് അപ്പ് സൈഡിലേക്കൊരു ചെറിയ ട്രേഡ് എടുത്തിന്. അത് എടുത്ത ഉടനെ തന്നെ 1 മിനിറ്റ് കൊണ്ട് തന്നെ എക്സിറ്റ് ചെയ്തിച്ച് പ്രോഫിറ്റ് ലോസ് ഒന്നുമില്ല, ചെറിയ 1-2 പോയിന്റ് കണ്ട കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ഇറങ്ങിയത്. അത് എടുത്ത ഉടനെ തന്നെ എക്സിറ്റ് ചെയ്തതാണ്, നിർത്തിയില്ല. ഇവിടുന്ന് ജസ്റ്റ് ഒരു സ്പൈക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിന് നിന്നില്ല. ഞാൻ അപ്പോഴേക്ക് എക്സിറ്റ് കുറച്ചും താഴ്ന്നപ്പോൾ എക്സിറ്റ് ചെയ്തു. പിന്നെ നല്ല ചാൻസ് വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് 5 മിനിറ്റ്സിൽ. അതുപോലെ നിഫ്റ്റി ഓൾ ടൈം ഡേ ഹൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ താഴേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ഇന്ന് ഏതായാലും നമ്മുടെ നമ്പർ ഓഫ് ട്രേഡ്സ് ഇപ്പോൾ 2 ആയിട്ടുള്ളൂ. ടോട്ടൽ 2 ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ട്രേഡ് ഇല്ല. ഇനി നമുക്ക് ഏതായാലും വാച്ച് ചെയ്ത് നോക്കാം മാർക്കറ്റിൻ്റെ ബിഹേവിയർ ഒക്കെ മാറിയോ. ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഒരു 5 മിനിറ്റ്സ് IDX ഇന്ന് ക്രിയേറ്റ് ചെയ്ത 50 മിനിറ്റ്സ് IDX ഒക്കെ എടുത്തിട്ടുണ്ട്. നിഫ്റ്റി ഓൾ ടൈം ഹൈ ഡേ ഹൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമലി ആ ഒരു സമയത്ത് ഇനിയിപ്പം ഏതായാലും നമുക്ക് ഇന്നത്തെ 2 ട്രേഡ് കഴിഞ്ഞുകൊണ്ട് ഇന്ന് ഇനി ട്രേഡ് ചെയ്യേണ്ട. നല്ല ചാൻസ് വരുമ്പോൾ നാളെ നോക്കാം. ഏതായാലും വൈകിട്ട് ഞാൻ ലെവൽസ് ഒന്ന് അപ്ലോഡ് ചെയ്യാം. 3:35 സമയം. നിഫ്റ്റിയുടെ ലിക്വിഡിറ്റി ലെവൽസ് ആണ് ഇവിടെ കാണുന്നത്. അപ്സൈഡ് ലിക്വിഡിറ്റി, ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. ഇന്ന് വേറെ ട്രേഡൊന്നും എടുത്തില്ല. ഈ 2 ട്രേഡ് തന്നെയുള്ളൂ രാവിലെ ചെയ്ത്. എന്ത് വോളട്ടൈൽ മാർക്കറ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് നിഫ്റ്റി ഈ ചില സ്റ്റോക്കുകൾ ഉണ്ടല്ലോ, തീരെ ലിക്വിഡിറ്റി ഇല്ലാത്ത ആളുകൾ പമ്പ് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്കും ഡൗൺ സൈഡിലേക്കും പോണ പോലെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യണത്. ഡേ ഹൈ എടുത്തതിന് ശേഷം അതേപോലെ കുത്തനെ താഴേക്കും വന്നു മാർക്കറ്റ്. ഹെവി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹെവി മൂവ്മെൻറ്റും അതിനേക്കാളും സ്പീഡിൽ ഒരുപാട് താഴെ എത്തി മാർക്കറ്റ്. ബാങ്ക് നിഫ്റ്റിയുടെ ലിക്വിഡിറ്റി ലെവൽസ് ഇതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് നോക്കാം. നാളെ പ്ലാൻ ചെയ്യുന്ന ഏരിയകളാണ് ഇപ്പോൾ നിഫ്റ്റിയിലെ മാർക്ക് ചെയ്തത്. അതുപോലെ ബാങ്കിൽ നിഫ്റ്റി കുറച്ച് ഡിസ്റ്റൻസിലാണുള്ളത്. ബാങ്ക് നിഫ്റ്റി കുറച്ച് അടുത്ത് ലെവൽസ് കാണാം. അവിടെ ബാങ്ക് നിഫ്റ്റിയിൽ 56,875 അപ്സൈഡ് ലിക്വിഡിറ്റിയാണ്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കായിരിക്കും ട്രേഡ് പ്ലാൻ. അതുപോലെ 56,558 അത് ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്കായിരിക്കും. ഈ 2 ലെവൽസാണ് ബാങ്കിൽ ഇപ്പോൾ ഈ നിയറസ്റ്റ് ആയിട്ട്. നിഫ്റ്റി ഒരുപാട് ഡിസ്റ്റൻസിലാണുള്ളത്. ഏതായാലും നോക്കാം. ഭയങ്കര ടഫ് മാർക്കറ്റ്. ഇപ്പോൾ മാർക്കറ്റ് എന്തൊക്കെ വോളട്ടൈൽ, ചെറിയ സ്റ്റോക്ക് മൂവ് ചെയ്യണവർ മൂവ് ചെയ്യാം. ഏതായാലും നാളെ നോക്കാം. താങ്ക് യു, ബൈ.